അമ്മ ഇന്ന് ഇവിടെ ഞാൻ വന്നത് ജൂൺ അവസാനമല്ലേ വന്നത് ഇവിടെ ഡൽഹിയിൽ നിന്ന് വന്നത് ജൂൺ 20-നാ. അന്ന് മുതൽ ഇവിടെ മുക്കുമല്ലാതെ വേറെ ഏതെങ്കിലും ആണുങ്ങളെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നോ? ഇല്ല. ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. ഞാൻ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോയ ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നത്. അല്ല, അമ്മയ്ക്കറിയാമല്ലോ. അല്ലാതെ കണ്ടടമൊന്നും നിരങ്ങിയിട്ടില്ല. ഇങ്ങനെ കുറെ കൊല്ലത്തെ വക്കീൽ, അവിടുത്തെ വക്കീൽ, അതുപോലെ നമ്മൾ സീനിയറിനെ കണ്ടുപിടിച്ച് അവിടെ പോകുമ്പോൾ അവരെ കൊണ്ട് എൻ്റെ കൂടെ വരുന്നോ അങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഇതാക്കുക. പല രീതിയിൽ നമ്മളെ ജോലി ചെയ്യാതിരിക്കാനായിട്ട്, ജോലിയിൽ നിന്ന് ഇതാക്കാനായിട്ടും പല രീതിയിൽ ശ്രമിക്കുക. ഇതൊക്കെ ഇവന്മാർ നിരന്തരം ജോലി ആണോ അല്ലയോ അമ്മേ? ബിജു പി ആണ് ഇതിന്റെ മെയിൻ ആളുകൾ. അവനാ അല്ലാതാരാ? അവനും പിന്നെ സുബ്രഹ്മണ്യന്, ഇവന്മാരെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ആരാ എനിക്കെതിരെ പ്രവർത്തിക്കാൻ? ആരാ? എൻ്റെ സ്വത്തുമൊക്കെ ആർക്കാ വേണ്ടത്? ഇവരെല്ലാം എനിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ മതി. ഇവന്മാരൊന്നും അല്ല. പിന്നെ ഇവന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ ഇവന്മാരെന്ന അർത്ഥം. ഇവന്മാരെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഇവന്മാരാ എനിക്കെതിരെ ഉള്ളത്. നല്ല ഭാഷയല്ലത് പറയുന്നത്. ഇവന്മാരെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇവന്മാരെന്നേ പറയത്തുള്ളൂ. ഇവന്മാർ എന്ന് പറയും. ഇവന്മാരെന്നല്ല, ഇവരെല്ലാം. ഇവരെല്ലാം. ഓക്കെ, ഇവരെല്ലാം. ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ സദാനന്ദ മന്ദിരത്തിലെ ആൾക്കാര്, സുബ്രഹ്മണ്യന്റെ വീട്ടിലെ ആൾക്കാര്, സുബ്രഹ്മണ്യനും പിന്നെ കുറച്ച് അയലത്തുള്ള വീട്ടുകാരും ആണ് എനിക്കെതിരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരല്ലേ അയലത്തുകാർ, അല്ലാതെ ആരാ അയലത്തുകാർ? ഇവരൊക്കെയാണ്. പിന്നെ നമുക്ക് കണ്ടാൽ അറിയാത്ത ആൾക്കാരെ വരെ നമ്മുടെ പുറകിന് ഫോളോ ചെയ്ത് വിടുക നമ്മൾ പോകുമ്പോൾ. പിന്നെ എൻ്റെ അമ്മയും ഇതുപോലെ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് റോഡിലോട്ട് പോയപ്പം പ്രഭാകരൻ എന്ന് പറയുന്ന, മാളിയേക്കൽ പ്രഭാകരൻ എന്ന് പറയുന്നവൻ എൻ്റെ അമ്മയുടെ തലകുത്തി പിടിക്കുകയും ഇടിക്കുകയും പിന്നെ അസഭ്യം പറയുകയും ചെയ്ത് ആണല്ലോ അമ്മേ. തനി തെറി വാക്കുകളാണ് പറഞ്ഞത്. വേഗം നടന്നു വന്നാ എന്നെ ഉപദ്രവിച്ചത്. പിന്നെ അഹങ്കാരവും പറഞ്ഞത്. ഞാൻ ഇവൻ പറഞ്ഞ ഭാഷ തന്നെ ഞാൻ എഴുതി അങ്ങനെ മനുഷ്യരുടെ കൈ കൊടുത്തു. മനുഷ്യട്ടത് വായിച്ചിട്ട് ചോദിച്ചു ഇത്ര വയസ്സായിരുന്നു. അതുപോലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എറിഞ്ഞു ഇതാക്കിയതായി കണ്ണിന്റെ അവിടെ എറിഞ്ഞതവൻ. അങ്ങനെ നിരന്തരം ഇവൻ ഉപദ്രവമാണ്. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ നിരന്തരം ഉപദ്രവമാണ്. അതുപോലെ ഞങ്ങളുടെ 85 കല്ലാക്കാം തല്ലിപ്പൊട്ടിച്ചത് ഇവൻ. സ്ഥലം മാറ്റി അവൻ കള്ളക്കേസ് കൊടുത്ത് 10 പൈസ പോലും കൊടുക്കാതെ അവന് 15,000 രൂപ അവർ കൊടുത്തെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. എന്നിട്ട് അവൻ്റെ വരുമാനം ദിവസം 50,000 രൂപ അവന് വരുമാനം എന്നും പറഞ്ഞാൽ കൊടുത്ത്. അവനെന്താ വരുമാനമോ? ചെരുപ്പ് കുത്താ ജോലി.